അതിക്രമങ്ങൾ ചോദ്യം ചെയ്തവരെ നാടുകടത്തിയാണ് തൃണമൂൽ നേതാക്കൾ സന്ദേശ് ഖാലിയിലെ ഗ്രാമങ്ങൾ അടക്കി ഭരിച്ചത്. ഭീഷണിയെ തുടർന്ന് ബംഗാളിന് പുറത്തേക്ക് പോകേണ്ടി വന്ന പലർക്കും ഇന്നും സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. ഭയത്തോടെയാണ് ഇപ്പോഴും ജീവിക്കുന്നതെന്ന് സന്ദേശ് ഖാലിയിലെ ജനങ്ങൾ പറയുന്നു. സുന്ദർബൻ മേഖലയിൽ സന്ദേശ് ഖാലിയിലെ ഗ്രാമങ്ങളിൽ ഷെയ്ഖ് ഷാജഹാൻ ഉൾപ്പെടെയുള്ള തൃണമൂൽ നേതാക്കളുടെ കുറ്റകൃത്യങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നേരത്തെ CPMന്റെ ഏകാധിപത്യ ഭരണമായിരുന്നുവെങ്കിൽ പിന്നീട് തൃണമൂൽ അധികാരത്തിലേറിയ ശേഷം വർഷങ്ങളായി ഈ നേതാക്കൾ സന്ദേശ് ഖാലി ഗ്രാമങ്ങളിലെ ജനങ്ങളെ അടിമകളാക്കി ഭരിക്കുകയാണ്. നേതാക്കളുടെ ചൂഷണവും അതിക്രമങ്ങളും ചോദ്യം ചെയ്ത നിരവധി യുവാക്കളെ സന്ദേശ് ഖാലിയിൽ നിന്ന് മാത്രമല്ല ബംഗാളിൽ നിന്ന് തന്നെ നാടുകടത്തി. പലർക്കും ഇന്നും ഗ്രാമത്തിലേക്ക് തിരിച്ചു വരാനും കുടുംബത്തെ കാണാനും സാധിച്ചിട്ടില്ല. मर्डर भी किए कितनी मर्डर किया ये तो हम नहीं बता पाएंगे, मगर मर्डर किए. जिनकी मर्डर किया उनकी पत्नी को जागा छीन ले गए, उनकी गाड़ तोड़ दिए गई और उनको यहाँ से निकल दिए गए थे. वो लोग अभी बाहर तमिलनाडु और बेंगलोर उधर काम कर रही है. वो लोग एक गाँव पे उनकी संदेश ഖാലി पे उनकी नहीं दे रही है उन लोगों ने. നിരവധി കുടുംബങ്ങളുടെ കൃഷിയിടവും വീടും ഷെയ്ഖ് ഷാജഹാനും അനുയായികളും തട്ടിയെടുത്തു. പലരും സ്വന്തം വീട്ടിൽ তৃণমূল നേതാക്കൾക്ക് വാടകപ്പണം നൽകിയാണ് താമസിക്കുന്നത്. এবং শেখ শাহজাহান এবং শিবু হাজরা সবার ফাঁসি চাই. আমরা চাই না তারা বাইরে বেরিয়ে এসে আবার এরকম শাহজাহান শিবু হাজরা তৈরি করুক. আমরা চাই না তাদের মতন আরো এরকম দুর্নীতিবাজ এরকম চোরটা জিনিস তৈরি হোক. আমরা চাই না. ഭയത്തോടെയാണ് ഇപ്പോഴും ജീവിക്കുന്നതെന്നും കുറ്റവാളികളെ ശിക്ഷിക്കുന്നതോടൊപ്പം നഷ്ടപ്പെട്ട വീടും കൃഷിയിടവും തിരികെ ലഭിക്കാനുള്ള നടപടി ഉണ്ടാക്കണമെന്നും ഇവിടെയുള്ളവർ ആവശ്യപ്പെടുന്നുണ്ട്. അടിച്ചമർത്തൽ സഹിക്കാനാകാതെ സന്ദേശ് ഖാലിയിലെ ജനത തുടങ്ങിവെച്ച പ്രതിഷേധം ഇന്ന് ബംഗാൾ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുകയാണ്. സന്ദേശ് ഖാലിയിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.